Meet the editors. സുവർണാവസരമായോ ശബരിമലയിൽ എന്നാണ് ചോദ്യം. ജിമ്മി, മറ്റൊരു സുവർണാവസരമാണോ? ഒരുപാട് പേർക്ക് സുവർണാവസരമാണ്. പ്രശ്നം എന്തായാലും ഒരു പോറ്റിയിൽ അവസാനിക്കില്ല. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, എന്ത് ചോദിച്ചാലും ദേ അത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനും ഇനി പറ്റില്ല. അടിസ്ഥാനപരമായി വിജയമല്യ കൊണ്ടുവന്ന് കൊടുത്ത സ്വർണം 30 കിലോ സ്വർണം, അതിൽ കുറച്ച് ഈ ശില്പത്തിൽ ചാർത്തിയിട്ടുണ്ട്. അത് 5 കിലോയാണോ 800 ഗ്രാമാണോ അത് നമുക്കറിയില്ല. എന്തായാലും ആ സ്വർണം എവിടെ പോയി എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ആ ചോദ്യം കോടതി ഉന്നയിച്ചതാണ്. ഈ കോടതി ഉന്നയിച്ച സമയത്ത് അത് പോറ്റിയുടെ പീഠത്തിൽ തട്ടി ആദ്യം ഡിഫ്ലക്റ്റ് ആയിപ്പോയി. ഇപ്പോൾ വീണ്ടും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അതിന് കൃത്യമായൊരു മറുപടി ദേവസ്വം ബോർഡിന് പറയാനില്ല. സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രി അടക്കം ഇപ്പോൾ മിണ്ടുന്നുമില്ല. ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ഇനി അങ്ങോട്ട് മൗനത്തിലാകും എന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് 2025 എൻ്റെ കാലത്ത് വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷേ ചോദ്യം 2019 2019 എങ്ങനെയാണ് വിജയമല്യയുടെ സ്വർണം പൂശിയ തകിട് വെറും ചെമ്പ് തകിടായി പുറത്തേക്ക് പോയത്? അതിന് കൃത്യമായ രേഖ ദേവസ്വം ബോർഡ് തന്നെ തയ്യാറാക്കിയ മാസ്റ്ററും അതിന് മുന്നോടിയായിട്ട് ഇത് പണിക്ക് കൊടുത്തപ്പോൾ തയ്യാറാക്കിയ ഓർഡറുമാണ്. ആ ഓർഡറിൽ ചെമ്പ് തകിടെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മളോട് സംസാരിച്ച ഏറ്റവും അവസാനം ചോദ്യം ചെയ്യലിന് മുമ്പ് സംസാരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്, നിങ്ങളും കണ്ടതല്ലേ രേഖ, ആ രേഖയിൽ ചെമ്പ് തകിടാണ്, അപ്പോൾ എന്നോട് സ്വർണം എവിടെ എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഒരു സാധ്യത ഈ പോറ്റി തന്നെ ഇത് എടുത്തുകൊണ്ട് പോയതാണോ? ഒരുപാട് പേർ അങ്ങനെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ രേഖകളാണ് തൽക്കാലം സംസാരിക്കേണ്ടത്. ആ രേഖ അനുസരിച്ചാണെങ്കിൽ സംസ്ഥാന ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും അത് അയാൾക്ക് കൊടുത്തു വിട്ടത് ചെമ്പ് തകിടാണെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിരുന്ന ചെമ്പ് തകിട് എവിടെ പോയി? 1999 മുതൽ 2019 എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് സംഭവിച്ചത്? അതെങ്ങോട്ട് മാറ്റിവെച്ചു? ഇതിനെല്ലാത്തിനും ഉത്തരം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പറഞ്ഞേ പറ്റൂ. അതാണ് സിറ്റുവേഷൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി ആകെ ഒരു സാധ്യത എന്താ? ഒരു കള്ളൻ്റെ കഥയുണ്ട്. അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ അതിർത്തിയിൽ ഇത്രയും വലിയ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള നടപടികൾ നടക്കുന്നതിന് മുമ്പ് ഒരാൾ കള്ളക്കടത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥിരമായി അതിർത്തി ക്രോസ് ചെയ്ത് പോകും, ബൈക്കിലാണ് പോവുക. ഇയാൾ എന്താണ് കടത്തുന്നതെന്ന് ആർക്കും അറിയില്ല. വർഷങ്ങളോളം ഈ കടത്ത് നടന്നാണ് പറയുന്നത്. കഥയാണ്, സത്യം എനിക്കറിയില്ല. എല്ലാം കഴിഞ്ഞ് ഒരു 10-20 വർഷം ഈ പണി ചെയ്ത് റിട്ടയർ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ കടത്തിക്കൊണ്ടിരുന്നത് ദേഹത്തുള്ള സാധനമൊന്നും ആയിരുന്നില്ല, ആ ബൈക്കായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ ബൈക്ക് പോവും, ബൈക്കിൻ്റെ കമ്പോണൻസ് എല്ലാം ഊരി മാറ്റും, ആക്രി സാധനം ഫിറ്റ് ചെയ്യും, തിരിച്ചു വരും. അടുത്ത പ്രാവശ്യം വേറൊരു ബൈക്ക് പോവും, തിരിച്ചു വരും. ഇങ്ങനെ കൺകെട്ട് വിദ്യ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന സ്വാഭാവികമായ സംശയം. ഒരു സാധ്യത ഇപ്പോൾ പലരും പറയുന്നതാണ്. അബദ്ധത്തിന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇത് ചെമ്പ് തകിടാണെന്ന് എഴുതി വെച്ചു. വലിയ അബദ്ധമാണ്. കാരണം 1999 ഇത് സ്വർണം പൂശിയ തകിടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ വർഷങ്ങൾ പോകെ ഉദ്യോഗസ്ഥർ മാറുന്നു, സംവിധാനങ്ങൾ മാറുന്നു, രജിസ്റ്റർ അടക്കം ഒരു മാങ്ങാത്തൊലി അവിടെ ഇല്ല എന്നുകൂടെ കരുതിക്കോളൂ. അതാണല്ലോ ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം കോടതി ചോദിക്കുമ്പോൾ രേഖയോടെ രജിസ്റ്ററോടെ ചോദിക്കുമ്പോൾ 2 ദിവസം നമ്മുടെ ദേവസ്വം ബോർഡ് ഇരുട്ടിൽ തപ്പുകയാണ്. അവസാനം കോട്ടയം ജില്ലയിൽ നിന്ന് വിജിലൻസിനെ അയച്ചിട്ടാണ് ശബരിമലയിൽ പോയി ഇവർ അകത്ത് കയറി തപ്പിയിട്ടാണ് ഉള്ള മകസറെങ്കിലും എടുത്തുകൊണ്ട് വരുന്നത്. അതുവരെ അതുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ശബരിമലയിലെ സ്വർണത്തിൻ്റെ കണക്കോ ഒന്നുമില്ലാതിരുന്ന ഒരു സാഹചര്യം, 20 വർഷം അങ്ങനെ കണക്ക് സൂക്ഷിക്കാത്ത ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ ഇങ്ങേ തലക്കൽ ഇത് വീണ്ടും പണിയാനായി ഊരിയെടുക്കുമ്പോൾ അബദ്ധത്തിന് സ്വർണ്ണ തകിടിന് പകരം ചെമ്പ് തകിടെന്ന് എഴുതി വെച്ചു. ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇത് കിട്ടിയാൽ പോറ്റി. കാരണം ഈ തകിടുമായി പുറത്തേക്ക് പോയ ആൾ മദ്രാസിൽ ഈ പണി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നത് 40 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു 40 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ഇതൊക്കെ സാധ്യതയാണ്, അദ്ദേഹം ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഈ 40 ദിവസത്തിനിടയ്ക്ക് ഈ തകിട് മാറ്റി, സ്വർണ്ണ തകിടുകൾ മാറ്റി പുതിയ തകിടുകൾ ഉണ്ടാക്കി അതാണ് അവിടെ പണിയിക്കാൻ കൊണ്ടുവന്നത്. അതിനൊരു തെളിവ് കൂടിയുണ്ട്. ഈ തകിടുകൾ തിരിച്ച് ശബരിമലയിലെത്തി ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പഴയതുപോലെ ഈ ശില്പത്തിൽ അത് ഫിറ്റാകുന്നില്ല. അങ്ങനെയാണ് പീഠം ഉറയ്ക്കുന്നില്ല, പിന്നെ വേറെ പീഠം കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ശബരിമലയിൽ നിന്ന് 2019 ഇളക്കിക്ക് കൊണ്ടുപോയ അതേ തകിടാണ്. ഇനി സ്വർണ്ണം ഇല്ലാന്ന് തന്നെ വിചാരിച്ചോളൂ, ചെമ്പ് തകിട് ആയിക്കോട്ടെ. അത് അവിടെ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഫിറ്റ് ആവാത്തത്? എന്തുകൊണ്ടാണ് പീഠം ഇളകി പോകുന്നത്? അപ്പോൾ അങ്ങനൊരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടാകാം, ഉണ്ടാകാതെയും ഇരിക്കാം. ഈ കള്ളൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് എവിടെയാണ് ഈ മറിമായി നടന്നത്. പക്ഷേ സംഭവം അതല്ല. 2019 അവിടെ നിന്ന് ഇളക്കിയ പ്ലേറ്റ്സ് അല്ല തിരിച്ചു വരുമ്പോഴുള്ള പ്ലേറ്റ്സ്. അതിന് സംശയമൊന്നുമില്ല. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനൊരു വലിയൊരു ഫ്രോഡ് നടത്തിയിട്ടുണ്ടോ? അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വഴിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ ഇങ്ങനെയൊരു മോഷണവും ഇങ്ങനൊരു മഹാ ഫ്രോഡും നടത്താൻ ഒരു സിനിമാ കഥയാക്കേണ്ട ഒരു പ്ലോട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നടത്താൻ അവസരമുണ്ടായത് എങ്ങനെയാണ്?
ശബരിമലയിൽ ഒരു രേഖയുമില്ല. ശബരിമലയിൽ ഒന്നിനും ഒരു കണക്കുമില്ല. ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മയിൽ നിന്നൊരു പഴയ കാര്യം മാഞ്ഞു പോയാൽ പിന്നെ അവിടെ എന്തും നടക്കും. ഇതല്ലേ അടിസ്ഥാനപരമായ പ്രശ്നം? ഈ പ്രശ്നം വളരെ ഗുരുതരമായ ഒന്ന് തന്നെയാണ്. ബാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പ് തകിടുകളോ സ്വർണം പൂശിയ തകിടുകളോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവിടെ പൂജ നടത്തിയില്ല, അതൊക്കെ പ്രൊസീജിയറൽ എറേഴ്സാണ്. അത് വേണമെങ്കിൽ നമുക്ക് ശബരിമല തിരിച്ചു ഒരു പരിഹാരക്രിയയൊക്കെ ചെയ്ത് സ്ത്രീകൾ കയറിയപ്പോൾ പരിഹാരക്രിയ മൊത്തത്തിൽ നടത്തിയില്ലേ, അതുപോലെ പരിഹാരക്രിയയൊക്കെ നമുക്ക് അത് തീർക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി നിൽക്കട്ടെ, അതും മൈനർ ഒഫൻസാണ്. പക്ഷേ ഇങ്ങനെയൊരു കള്ളത്തരം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. വർഷങ്ങളായി പൂജിക്കപ്പെടുന്ന ദ്വാരപാലക പീഠത്തിൻ്റെ പാളികളാണ് കൊണ്ടുപോയത്. അത് വേറെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ, സ്വർണം വേറെ ആർക്കെങ്കിലും ഉരുക്കിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ കുറ്റമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ പിടിക്കപ്പെട്ടാലും, അത് പിടിക്കപ്പെട്ടാൽ സർക്കാരിന് വേണമെങ്കിൽ പറയാം ഞങ്ങളിത് പിടിച്ചു, കണ്ടോ ഞങ്ങൾ തെളിയിച്ചു എന്ന് പറയാം. പക്ഷേ അപ്പോഴും ഇതിന് അവസരമുണ്ടാക്കിയത് ശബരിമലയിൽ ഒരു രേഖയുമില്ല ഒന്നിനും, ഒരു വ്യവസ്ഥയുമില്ല ഒന്നിനും എന്ന് തെളിയിക്കപ്പെടുകയാണ്. അപ്പോൾ രണ്ട് തരത്തിലായാലും ഈ കള്ളം തെളിയിക്കപ്പെട്ടാലും, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തെളിയിക്കപ്പെട്ടാലും, ഇനിയല്ല ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിലും 2019 എങ്ങനെയാണ് ചെമ്പ് തകിടുകൾ എന്നെഴുതി സാധനങ്ങൾ പുറത്തേക്ക് പോയത്, അപ്പോൾ പിന്നെ ഈ തകിട് എവിടെ പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ശബരിമലയിൽ വ്യക്തമായ ബുക്ക് കീപ്പിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊന്ന്. രണ്ട്, കഴിഞ്ഞ ചർച്ചകളിൽ ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിലെ മേൽശാന്തിയുടെയോ കീഴ്ശാന്തിയുടെയോ സഹായമായി വന്ന ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ സ്പോൺസറാക്കി ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു വിടുക? ശബരിമലയിലെ ഇപ്പോൾ ചെമ്പുതകിടാണെന്ന് തൊട്ടെ ശബരിമലയിലെ പ്രധാനപ്പെട്ട സാധനങ്ങളാണല്ലോ. ഇതുകൊണ്ട് പോറ്റി അങ്ങ് പോയിരുന്നെങ്കിലോ? അങ്ങ് പോയി എന്ന് വിചാരിക്കുക, എവിടെ പോയി അന്വേഷിക്കും? ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇദ്ദേഹത്തിന് അങ്ങനെ പണവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവതാരങ്ങളെ സൃഷ്ടിച്ച് അവതാരങ്ങളെ അവിടെ കുടിയിരുത്തി അവർക്ക് വേണ്ടതും അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലെ രാഷ്ട്രീയക്കാർക്കുമൊക്കെ തിരിച്ചുള്ള സഹായം ചെയ്യുന്ന ഒരു പരസ്പര സഹായ സഹകരണ സംഘം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുമുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ദേവസ്വം ബോർഡും സർക്കാരും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. അതുകൊണ്ട് സുവർണാവസരമാണ് പ്രതിപക്ഷത്തിന്. പക്ഷേ അതിനപ്പുറം, രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനമായ ഒരു ആരാധനാലയത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും കണ്ണു തുറക്കാനുള്ള ഒരു അവസരമായി മാറണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇതിൽ പ്രതിപക്ഷത്തിനൊരു സുവർണാവസരമാകുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുന്ന സാഹചര്യമാകുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. KT ശങ്കരൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ച റിട്ടയർഡ് ജഡ്ജിയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സ്വർണത്തിൻ്റെ കണക്കെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്വർണം അവിടെയുണ്ട്, ഇൻവെൻട്രി എത്രയാണ് തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ച്. ഈ ചോദ്യത്തിൽ സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതിപക്ഷത്തിനോടും ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. അതിനുശേഷം എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക, നിലവിൽ നമുക്ക് ലഭിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയും ആവാം. ആദ്യം പ്രതിപക്ഷത്തോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഈ 1999 വിജയമല്യ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിയാൻ വരുമ്പോൾ അന്ന് EK നായർ സർക്കാരാണ്. അന്ന് EK നായർ സർക്കാരിൻ്റെ, ഇടതു സർക്കാരിൻ്റെ കാലത്താണ് ഇത് സ്വർണം പാകുന്നത്. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് UDF സർക്കാരാണ്. അത് AK ആൻ്റണി സർക്കാർ, പിന്നീട് ഉമ്മൻചാണ്ടി. അന്ന് G കാർത്തികേയനായിരുന്നു ദേവസ്വം വകുപ്പ്. അന്ന്, അതായത് സ്വർണം പാകിയതിനു ശേഷം ആദ്യം വരുന്ന UDF മിനിസ്ട്രിയിൽ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്കോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ 99 എത്ര സ്വർണ്ണമാണ് പാകിയത് എന്നതിൻ്റെ ഒരു കണക്ക് പറയാൻ കഴിയുമോ? ഇൻവെൻട്രി കാണും എന്നല്ലേ? നിലവിൽ ഇതുവരെയും ആ ഇൻവെൻട്രി തന്നെ കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഇൻവെൻട്രി തന്നെ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ഈ ഇൻവെൻട്രി എന്നാണ് മിസ്സായത്? അതാണ് ചോദ്യം. ഈ ഇൻവെൻട്രി എന്ന് മുതൽ മിസ്സായി? ഈ ഇൻവെൻട്രി 99 തന്നെ മിസ്സായോ? 2001, 2006 UDF സർക്കാരിൻ്റെ കാലത്ത് മിസ്സായോ? അതിനുശേഷം വരുന്ന VS അച്യുതാനന്ദൻ്റെ കാലത്ത്, VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഇൻവെൻട്രി മിസ്സായോ? G സുധാകരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. അതിനുശേഷം രണ്ടാമത്തെ UDF സർക്കാർ വരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാറാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി അലിഗേഷനുകൾ ഉണ്ടായത് ആ സർക്കാരിൻ്റെ കാലത്താണെന്ന് ഓർമ്മിക്കണം. അന്ന് VS ശിവകുമാർ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ഇൻവെൻട്രി ഉണ്ടോ? ഈ ഇൻവെൻട്രിയിൽ VS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഈ ഇൻവെൻട്രിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അന്ന് നൽകിയിരുന്നോ?
ശബരിമലയിലെ ഈ വിജയമല്യ പൂശിയ സ്വർണം എത്രയാണ് എന്നതിൻ്റെ കണക്ക് അന്ന് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറിന് ഓർത്തെടുത്ത് പറയാൻ കഴിയുമോ? അത് ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ സ്വർണം അതിൽ പൂകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് മറുപടി ഇനിയും കിട്ടിയിട്ടില്ല. അല്ലല്ല, ഇൻവെന്ററി മിസ്സിംഗ് അതെപ്പോഴാണ് കോടതി അന്വേഷിച്ചു? അല്ല, അതാണ് ഇൻവെന്ററി എപ്പോൾ മിസ്സായി എന്നല്ല, ഇൻവെന്ററി മിസ്സായിരിക്കുന്നു എന്നത് കോടതി ഇപ്പോൾ അതാണ്. ഇൻവെന്ററി ഉണ്ടായിരുന്നോ? ആ ഇൻവെന്ററി തയ്യാറാക്കുന്നതിൽ 3 LDF സർക്കാരും 2 UDF സർക്കാരും ഈ കാലത്തിനുള്ളിൽ അധികാരത്തിൽ വന്നു. ഈ UDF സർക്കാരോ LDF സർക്കാരോ അങ്ങനെ ഒരു ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വിവാദമാവുന്നത് 2019 അല്ല 2025 അല്ല 2019 ഇത് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ആരും അറിയുന്നില്ല. ആ 2019 ഇത് പൂശുന്ന സമയത്ത് പ്രതിപക്ഷമൊക്കെ ഈ വിഷയം സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുപോകുന്നു, തിരിച്ചവിടെ കൊണ്ടുവരുന്നു, കോവിഡിന് ശേഷമുള്ള ഒരു കാലം വരുന്നു, അതിനുശേഷം ഭക്തർ വരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇൻവെന്ററി എന്ന് മിസ് ചെയ്തു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഇൻവെന്ററി തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. അത് ഏത് കാലത്താണ് പോയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് പക്ഷേ ഈ കാര്യത്തിൽ കോടതി പറഞ്ഞ് അത് ഇൻവെന്ററി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോഴാണ് ഇൻവെന്ററി കാണുന്നില്ല. അപ്പോൾ ഇൻവെന്ററി എന്ന് മിസ്സായി എന്ന് നമുക്കറിയില്ല. കോടതി പറയുന്നു ഇൻവെന്ററി മിസ്സിംഗ് ആണ്. പക്ഷേ അപ്പോഴും KTSന്റെ അന്വേഷണം നടക്കുകയാണ്. ഇനി സ്ട്രോങ് റൂമുകൾ പരിശോധിക്കണം. ഇൻവെന്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്തിമമായി പറയേണ്ടത് ഈ KTS അന്വേഷണത്തിന് ശേഷമാണ്. അതുകൊണ്ട് നിലവിൽ ഇൻവെന്ററി ഉണ്ടോ, ഇൻവെന്ററി എന്ന് മുതൽ മിസ്സിംഗ് ആയി, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്താണോ മിസ്സിംഗ് ആയത്, LDF സർക്കാരിൻ്റെ കാലത്താണോ മിസ്സിംഗ് ആയത് എന്നതിൻ്റെയും ഉത്തരം നമ്മുടെ കയ്യിലില്ല. അതെല്ലാം KTSന്റെ അന്വേഷണത്തിന് ശേഷമേ മനസ്സിലാവൂ. അപ്പോൾ ആദ്യം അതിൻ്റെ ഉത്തരവാദിത്വം മുൻപുള്ള 2 UDF സർക്കാരിനും അതിന് ശേഷം വന്ന 3 LDF സർക്കാരുകളുടെയും കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാത് ദേവസ്വം ബോർഡുകൾക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ. ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളെ കാണാനില്ല എന്നുള്ളത് ആ സാധ്യത മറച്ചു പറയണമെങ്കിൽ വി എസ് ശിവകുമാർ എന്ന് പറയണം. അന്നൊക്കെ ഇതിന്റെ ഇൻവെന്ററി കൃത്യമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ കേട്ടില്ലല്ലോ. അത് പറഞ്ഞാൽ തീരും. കൃത്യമായി പറയല്ലോ. ഇതുവരെ വി എസ് ശിവകുമാർ പറഞ്ഞിട്ടില്ല. കടകംപള്ളി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? വി എസ് ശിവകുമാറും മറുപടി പറയണം. അതിനു മുമ്പ് G. സുധാകരൻ പറഞ്ഞു എൻ്റെ സമയത്ത് കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ VS അച്യുതാനന്ദന്റെ കാലത്ത് പ്രതിപക്ഷം തന്നെ കോട്ട് ചെയ്യുന്നത് ഈ സുധാകരനെയാണെങ്കിൽ അതിനുശേഷം ഒരു സർക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്നേ. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം. 2025 രേഖകൾ എവിടെയാണ് കാണാതെ പോയത്, ഏതു കാലം മുതൽ കാണാതെ പോയി എന്ന് കോടതി പറഞ്ഞിട്ടില്ല. അതാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇനി അത് കാണാതായിട്ടുണ്ടോ എന്ന് തന്നെ KT ശങ്കരന്റെ അന്വേഷണത്തിന് ശേഷം പുറത്തു വരേണ്ട കാര്യമാണ്. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 4 കിലോ സ്വർണം എന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒറ്റ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2019 കൊണ്ടുപോയത് 42 കിലോഗ്രാം ചെമ്പുവാളി. എന്നാൽ അത് നോക്കണം, അതെപ്പോഴാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? തിരിച്ചു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതല്ല. തിരിച്ചു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2025 മഹസൂൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 38 കിലോഗ്രാം സ്വർണം കമ്പനി കൊണ്ടുപോയതാണ്. അത് സ്വർണ്ണമാണ് എന്ന് എങ്ങനെയാ പ്രതിപക്ഷം? ഇതാണ് എനിക്ക് ചോദ്യങ്ങളാണല്ലോ ജിമ്മി, ചോദ്യം ചോദിക്കാൻ ഒരിക്കൂ. അപ്പൊ പ്രതിപക്ഷം ഇന്നും പ്രതിപക്ഷം 4 കിലോ സ്വർണ്ണം എന്നല്ലേ? 4 കിലോ സ്വർണം എന്ന പ്രതിപക്ഷ നേതാവിന് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? നിലവിൽ നമ്മുടെ മുന്നിൽ 2 കണക്കുകളാണ് ഉള്ളത്. ആ കണക്കിൽ ഒന്ന് NJRന്റെ ജീവനക്കാരനായ ഒരു തൊഴിലാളി ഇന്ന് ദേവസ്വം വിജിലൻസിന് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മൊഴി? 800 ഗ്രാം സ്വർണ്ണമാണ് അതിൽ പതിച്ചിരിക്കുന്നത് എന്നാണ്. 2 ശില്പങ്ങളിലുമായി വിജയമല്യയുടെ കാലത്ത് 800 ഗ്രാം 400 വീതം ഓരോ ശില്പത്തിലും എന്ന അടിസ്ഥാനത്തിൽ 800 ഗ്രാം സ്വർണ്ണമാണ് പതിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100 പവനാണ് പതിച്ചിരിക്കുന്നത്, 4 കിലോഗ്രാം അല്ല. പക്ഷെ എന്റെ കൺസേൺ അതല്ല, അത് 1 ഗ്രാം ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ആ പാളിയിൽ തന്നെ 800 ഗ്രാം ഉണ്ട് എന്നാണ്. അത് 1 കിലോയിൽ താഴെ. ഇതിന്റെ മേൽനോട്ടം വായിച്ചാൽ പറയുന്നു 5 കിലോ പറയുന്നു. ശില്പി അതായത് ജുവലറി ജീവനക്കാരൻ പറയുന്നത് 800 ഗ്രാം എന്നാണ്. അപ്പൊ ജുവലറിക്ക് അറിയുമല്ലോ കാര്യമായിട്ട് കൃത്യമായിട്ട് കണക്കറിയുക. ഇനി വിജയമല്യയുടെ റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്ത് പറയുന്നത് 2.5 കിലോഗ്രാം വീതം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം 1900 ചെമ്പ് പൊതിയാൻ വേണ്ടിയാണ് 30 കിലോഗ്രാം സ്വർണം ഉപയോഗിക്കുന്നത്. അപ്പോൾ കേവലം 42 കിലോഗ്രാം സ്വർണ്ണമുള്ള ചെമ്പുപാളി പൊതിയാൻ 5 കിലോഗ്രാം സ്വർണം ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ല. അത് നിലവിലുള്ള വിദഗ്ധരും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ 800 ഗ്രാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കൺവിൻസിംഗ് ആയുള്ള ഒരേ ഒരു മൊഴി. ഓർമ്മിക്കണം, ഇത് രേഖയല്ല, ഇത് ആ NJR ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിയാണ്. അപ്പോൾ അതവിടെ വസ്തുതയായിട്ടുള്ളപ്പോൾ 800 ഗ്രാം എന്നുള്ളതിനെ 4 കിലോഗ്രാം സ്വർണം എന്ന രീതിയിലേക്ക് പർവ്വതീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഇതൊക്കെയാണെങ്കിലും ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ ഭയക്കുന്നതും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സാധ്യതകളാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. കാര്യം അന്വേഷണം അതിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഈ 800 ഗ്രാം സ്വർണം 20 വർഷം കൊണ്ട് ഒരു കാരണവശാലും 1-2 പവൻ അതിൽ കുറഞ്ഞാൽ പോലും അതിൽ കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയില്ല.
നഷ്ടം വരാൻ സാധ്യതയില്ല. കാരണം ഇന്ന് എക്സ്പേർട്സ് തന്നെ പറയുന്നത് പടിയിൽ ചവിട്ടിപ്പോകുന്ന പടിയിൽ പോലും അത്ര വലിയ രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടില്ലെങ്കിൽ രണ്ടു ഭാഗത്തുമുള്ള ശില്പപാളിയിലെ സ്വർണം അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ 800 ഗ്രാം സ്വർണം ഒരു 2-3 പവനൊക്കെ കുറഞ്ഞാൽ പോലും ഈ 100 പവൻ സ്വർണം എന്നുള്ളത് 90-98 പവൻ വേണം. പക്ഷേ ഇപ്പോൾ ആക്ച്വലി എത്രയാ കണക്കുള്ളത്? 2019 കണക്കായി നമ്മൾ 2025 മഹസറിൽ കാണുന്നത് 397 ഗ്രാം സ്വർണം എന്നാണ്. 397 ഗ്രാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 50 പവന് തൊട്ട് താഴെ 49 പവനും കുറച്ചുകൂടി വരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പ്രതിപക്ഷത്തോടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 2025 ഈ സ്വർണം പൂശുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഒരേ ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാഞ്ഞതാണ്. ആ വിവരം കോടതിയിൽ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2019 കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും മന്ത്രിയും പ്രസിഡന്റുമായിരിക്കുന്ന കാലത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയ്ക്ക് 2025 ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്തിന് രാജിവെക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ വളരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് PS പ്രശാന്ത് ആ കണക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു. ഇപ്പോൾ എത്ര സ്വർണ്ണം ഉണ്ടെന്നറിയോ ആ ദാരുശില്പത്തിൽ? അന്ന് 2019 ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2025 മഹസർ പ്രകാരം 25 മഹസർ പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം 2019 ഈ രേഖയൊന്നുമില്ല. എത്ര സ്വർണം 2019 ഈ ശില്പത്തിൽ ഉണ്ടായിരുന്നു, എത്ര സ്വർണം തിരിച്ചു കൊണ്ടുവന്നു, ഇത് കണക്കില്ല. അതാണല്ലോ കോടതി പിടിച്ചത്. രേഖയേ ഇല്ല. 2025 പക്ഷേ കണക്കുണ്ട്. 2025 സന്നിധാനത്ത് നിന്ന് ഈ സ്വർണം കൊണ്ടുപോകുമ്പോൾ അഥവാ ചെമ്പുപാളി കൊണ്ടുപോകുമ്പോൾ 397 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. പക്ഷേ 397 ഗ്രാം സ്വർണം അപ്പടിയല്ല കൊണ്ടുപോയത്. 14 പാളിയിൽ 12 പാളി മാത്രമേ കൊണ്ടുപോയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൽ 282 ഗ്രാം സ്വർണമുള്ള 12 പാളികളാണ് ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ കൊണ്ടുപോയത്. അതിനുശേഷം ചെന്നൈയിൽ കൊണ്ടുപോയി പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 10 ഗ്രാം സ്വർണം അധികമുണ്ടായി. കാര്യം അതാണ് നഷ്ടം സംഭവിച്ചത്. കൂടാതെ അത് മേക്ക് ചെയ്ത് 292 ഗ്രാം ആക്കി മാറ്റി. ഇപ്പോൾ ആ ദ്വാരപാലക ശില്പത്തിലുള്ളത് 407 ഗ്രാം സ്വർണ്ണമാണ് എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. അതാണ് ഇനി സ്ഥാപിക്കാൻ പോകുന്നത്. 407 ഗ്രാം സ്വർണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ ചോദ്യം ഇതാണ്. 397 ഗ്രാം 407 ഗ്രാം ആയിട്ട് മാറി. അതിലെങ്ങനെയാണ് PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം മന്ത്രിയും രാജിവെക്കുന്നത്? അവിടെ എവിടെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്? ഇതാണ് പ്രതിപക്ഷത്തോടുള്ള എൻ്റെ ചോദ്യം. പക്ഷേ ഈ ചോദ്യങ്ങളെ അപ്രസക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് 2019 സംഭവിച്ചിരിക്കുന്ന ഗുരുതര വീഴ്ചയാണ്. അവിടെ ഞാൻ ഭയക്കുന്ന ഒരു കാര്യം, എത്ര ദിവസമാണ് എടുത്തതെന്നറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി? 38 ദിവസം എടുത്തു ഇത് ചെന്നൈയിലെ കമ്പനിയിൽ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത്. നമ്മൾ പറയുന്നതല്ല, കോടതി പറയുന്നത്. ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു? പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അങ്ങനെയല്ല. 2 ആഴ്ചത്തെ കഷ്ടിച്ചുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 വീക്കെൻഡുകൾ മാത്രമാണ് ഞാൻ എടുത്തത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതെന്തുമാവട്ടെ. പക്ഷേ നമ്മളിന്ന് വിദഗ്ധരോട് ചോദിക്കുമ്പോൾ വിദഗ്ധർ പറയുന്നത് ഈ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് കൊണ്ടുപോയ ഈ ചെമ്പുപാളി പൂർണ്ണമായിട്ടും മാറ്റി ഒരു പുതിയ മോൾഡ് ഉണ്ടാക്കി അതിൽ ഇതേ ഡിസൈനിൽ തന്നെ ചെമ്പുപാളി ഉണ്ടാക്കുക സാധ്യമാണോ? സാധ്യമാണ്. 10 ദിവസം കൊണ്ട് വേണമെങ്കിൽ പുതിയ മോൾഡിൽ ഒരു പുതിയ ചെമ്പുപാളി ഇതേ രൂപത്തിൽ, ഇതേ ആകൃതിയിൽ, ഇതേ ഡിസൈനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ ചെമ്പുപാളി പുതിയ മോൾഡ് ഉണ്ടാക്കി പുതിയ മോൾഡിൽ ചെമ്പ് പാളികളായി ഇറക്കി ആ ചെമ്പുപാളിയാണോ കമ്പനിയിൽ കൊണ്ടുപോയിരിക്കുന്നത്? ഇത് സാധൂകരിക്കുന്ന ഒരു മൊഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കമ്പനിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നതാണ്. പുതിയ ചെമ്പുപാളികളാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ ഒരു തരി സ്വർണം പോലും ഇല്ല എന്ന് കമ്പനി പറയുന്നു. അപ്പോൾ നമ്മുടെ സംശയം, നമ്മൾ ഭയപ്പെടുന്നത് ഇവിടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂലൈ മാസം 7-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? ശുദ്ധമായ ചെമ്പാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ സ്വർണത്തിൽ നിന്ന് അത് അതേപടി പറിച്ചു മാറ്റിയതിനു ശേഷം ഈ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ മോൾഡ് ഫിറ്റ് ആവൂല. 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഇത് മഹേഷ് പണിക്കർ പറഞ്ഞൊരു കാര്യം. സ്വർണം കൊണ്ടുപോയതിന്റെ സ്വർണ്ണം അടക്കമുള്ള പാളിയാണ് കൊണ്ടുപോയത്. അതെ, എന്തായാലും അതല്ല അവിടെ എത്തിയിട്ടുള്ളത്. അതിന്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് 2 സാധ്യതകളാണ്. ഒന്ന്, ആ ക്ലാഡ് അതിൽ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം, ക്ലാഡ് ചെയ്ത് പിടിച്ച ഗോൾഡ് പ്ലേറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം ചെന്നൈയിലെ കമ്പനിയിൽ കൊണ്ടുപോയാൽ അതേപോലെ പൂർണ്ണമായിട്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അതിൻ്റെ മോൾഡിലുള്ള അതിൻ്റെ ശില്പഭംഗി അതിന് നഷ്ടപ്പെടും. അതിന് ഡിസൈൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. കാര്യം ഇതിൽ പുറത്ത് ഗോൾഡാണല്ലോ വെച്ചിരിക്കുന്നത്. ആ ഗോൾഡ് അതിന് പിന്നിൽ മോൾഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്, ക്ലാഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതിന് കൃത്യമായ ഡിസൈൻ കിട്ടില്ല. അതൊന്ന്. 2ാമത്തെ കാര്യം, അത് തന്നെ വേർതിരിച്ചെടുക്കുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അങ്ങനെ വേർതിരിച്ചെടുക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ട
40-50 ഗ്രാം സ്വർണത്തിനും അപ്പുറത്തേക്ക്, 50 പവൻ സ്വർണത്തിനും അപ്പുറത്തേക്ക് ആ ചെമ്പുപാളി, ആ ശ്രീകോവിലിൽ വെച്ചിരിക്കുന്ന ചെമ്പുപാളിയുടെ ഫ്രെയിം അപ്പടി തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി മറ്റേതെങ്കിലും പുതിയ മോൾഡ് ഉണ്ടാക്കി പുതിയ ചെമ്പുപാളിയായി അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ പഴയ ചെമ്പുപാളി ഇന്നലെ ചർച്ച ചെയ്യാൻ പറഞ്ഞതുപോലെ ആരുടെയോ വീട്ടിലെ ഒരു പുലിപ്പാലായി ഒരു സ്വപ്നമായി അവശേഷിക്കുകയും അതിന് വിലമതിക്കാനാവാത്ത പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതല്ലാതെ ഇത് കേവലം സ്വർണ്ണനഷ്ടത്തിൻ്റെ വിഷയം മാത്രമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. 4 കിലോഗ്രാം സ്വർണം എന്നുള്ളത് അസംബന്ധമാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നത് 50 പവൻ സ്വർണ്ണമാണ്. ആക്ച്വലി ഏറ്റവും ഒടുവിൽ ആ ജുവലറി ജീവനക്കാരൻ്റെ മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ. പക്ഷേ അതിനേക്കാൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ആ ചെമ്പ് ഫ്രെയിം തന്നെ, പാളി തന്നെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണം ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ സംസ്ഥാനാനന്തര വിഷയമായി മാറിയിട്ടുണ്ട്. കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ പലയിടങ്ങളിൽ ഇത് കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു CBI അന്വേഷണം വന്നാൽ എന്താ സർക്കാരിന് ബുദ്ധിമുട്ട്? CBI അന്വേഷണം വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിൽ നിലപാട്. CBIയുടെ രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ ചാവും ഒക്കെ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇതൊന്നും അന്ന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയെ സമീപിക്കുന്ന സമയത്ത് അന്നത്തെ രാഷ്ട്രീയ വിഷയമൊന്നും സർക്കാരിന് ബുദ്ധിമുട്ടായിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ സംശയം മാറ്റാൻ ഒരു CBI അന്വേഷണം വരുന്നതിൽ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത്? സർക്കാർ ആ CBI അന്വേഷണം പ്രഖ്യാപിക്കണം. പക്ഷേ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ശേഷം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ സുവർണാവസരമായോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, സുവർണാവസരം ആയോ എന്നുള്ളത് പറയാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ചെന്നൈയിലേക്ക് ഈ പ്ലേറ്റ് കൊണ്ടുപോയ സമയത്ത് ചെന്നൈയിലെത്തിയ പ്ലേറ്റ് സ്വർണം അടങ്ങിയ പ്ലേറ്റ് അല്ല, ചെമ്പുപാളിയാണ് എന്നുള്ള കാര്യം, ശുദ്ധമായ ചെമ്പുപാളിയാണെന്നുള്ളത് ചെന്നൈയിലെത്തി അവർ പറയുന്നുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ശില്പത്തിൻ്റെ ഈ പാളി ഉണ്ടായിരുന്ന സ്വർണം എവിടെ പോകണം? ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ശബരിമല ഉദ്യോഗസ്ഥർ തന്നെ എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെടുക്കണം. ഇതാണല്ലോ നടന്നിട്ടുണ്ടാവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ചെന്നൈയിലെത്തിയതിനകത്ത് ഇതില്ല. അപ്പോൾ ആ 850 ഗ്രാം സ്വർണ്ണം എവിടെ പോയി എന്നാണ് കണ്ടെത്തേണ്ടത്. സിമ്പിളായി പറഞ്ഞാൽ ആ 850 ഗ്രാം സ്വർണ്ണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അത് ഈ 2019 ശേഷം നഷ്ടപ്പെട്ടു, 2019 കൊണ്ടുപോയപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതെന്താണ്? അതറിയില്ല. അല്ല ഞാൻ പറയുന്നത്, അത് അവിടെ ഉണ്ടായിരുന്നത് ഇളക്കി മാറ്റിയത് 850 ഗ്രാം ഉണ്ടല്ലോ. അത് പണത്തെ പണിക്കാരൻ പറയുന്നു അതിനകത്ത് 850 ഗ്രാം സ്വർണ്ണം, 400 ഗ്രാം, ഇപ്പോൾ 400 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ 400 ഗ്രാം ചെന്നൈയിൽ 400 ഗ്രാമേ ഉള്ളൂ. അതെ, 400 ഗ്രാം. അപ്പോൾ ഈ 400 ഗ്രാം എവിടെ നിന്ന് കിട്ടിയേ? ചെന്നൈയിൽ നിന്ന് പൂശാൻ പറ്റുമല്ലോ. ചെന്നൈയിൽ ആരെങ്കിലും ഈ പാളിൻ്റെ കൂടെ സ്വർണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ സ്വർണം പൂശുന്ന പോളം ആരാ കൊടുത്തേ? ദേവസ്വം ബോർഡ് കൊടുത്തോ? അത് സ്പോൺസറായിട്ട് കൊടുത്തു. അപ്പം അത് കറക്റ്റ് അല്ലേന്ന്. അപ്പം ഉണ്ണികൃഷ്ണൻ പോശി 450 ഗ്രാം സ്വർണം ഒന്നിനും എടുക്കണം, എന്നിട്ട് 450 ഗ്രാം അവിടെ വെക്കണം. അപ്പോൾ എനിക്കതിനകത്ത് ഒരു 450 ഗ്രാം സ്വർണം എടുക്കാൻ വേണ്ടി ഇത്രയും ഒരു കഷ്ടപ്പാട് നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു 450 ഗ്രാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ ഇപ്പോഴത്തെ കളികൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിലുള്ള എല്ലാ VIP-കളുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. എല്ലാ VIP-കളുടെ കൂടെയും പൂജ നടത്തുന്നുണ്ട്. എല്ലാ VIP-കളെയും ശബരിമലയിൽ എത്തിക്കുന്നതും പടിപൂജ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഇത്രയും പണിയെടുക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു 450 ഗ്രാം സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണിയെടുക്കണം ഉണ്ടോ? എനിക്കത് തോന്നുന്നില്ല. പക്ഷേ നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ അതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയ അതേ പാളി തന്നെയാണോ തിരിച്ചു കൊണ്ടുപോകുന്നുള്ള കാര്യത്തിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അത് പുതിയ മോൾഡ് ഉണ്ടാക്കി അത് സ്വർണ്ണം പൂശി അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി തിരിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടതായി അന്വേഷിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇതൊരു മോഷണ കുറ്റമായി കണക്കാക്കേണ്ട സാധനമാണെന്നാണ് പറയേണ്ടത്. കാരണം ശബരിമലയിലൊരു സാധനം അടിച്ചുകൊണ്ട് പോയി, അത് ആരടിച്ചുകൊണ്ട് പോയത്? അത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അടിച്ചുകൊണ്ട് പോയി. അതിന് പാകുപാക്കായി നിന്നത് അവിടുത്തെ ശബരിമലയിലെ ഉദ്യോഗസ്ഥരോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഈ കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇതിനൊരു കണക്കും രേഖയും ഇല്ല. ആകെ ഈ അന്തരീക്ഷത്തിൽ പറന്ന് കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് 30 കിലോ സ്വർണം ആര് കൊടുത്തിരിക്കുന്നു? ഈ പറഞ്ഞ വിജയം മല്യ കൊടുത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ല. ഈ 30 കിലോ സ്വർണ്ണമാണ് അവിടെ മുഴുവൻ പൂശിയിട്ടുള്ളത്. കാര്യം ശബരിമലയെ മുഴുവൻ സ്വർണ്ണാലങ്കാരമാക്കിയത് എങ്ങനെയാണ്? ഈ 30 കിലോ സ്വർണ്ണത്തിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾക്കിപ്പോൾ അറിയപ്പെടുന്ന കാര്യം ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതേ പ്ലേറ്റ് അല്ല അവിടെ തിരിച്ചു വന്നതെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ശില്പത്തിൻ്റെ ഒരു പ്ലേറ്റ് അടത്തിക്കൊണ്ട് പോയിട്ട് ആ അടത്തിക്കൊണ്ട് പോയും വേറെ സ്ഥലത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ വേറൊരു സാധനം അവിടെ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് വലിയ ഈ വിശ്വാസികളോട് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് ചെയ്ത് അത്ര ചെറിയ കുറ്റമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാളും വലിയ അപ്പുറമുള്ള കാര്യങ്ങൾ
മാറ്റങ്ങളുടെ ഒരു തുടക്കമായിരിക്കും ചിലപ്പോൾ ഇതിൽ തുടങ്ങുമ്പോഴാണല്ലോ. അപ്പം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ ഒരു പീഠം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ പീഠം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കിട്ടിയ പണിയാണിത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ വീണു എന്നുള്ളതാണ്. അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു കാര്യം സന്തോഷിക്കുക, എന്താ അറിയോ, അയ്യപ്പനെ തൊട്ട് കളിച്ച ഒരുത്തരും രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയാം. സംഗമത്തിന്റെ ഫലമാണെന്ന് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റിയോടുകൂടി അയ്യപ്പനെ പോയി തട്ട് കളിച്ച് ആരും രക്ഷപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവസാനം അവിടെ തന്നെ പോയി പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം സ്വന്തം കയ്യിലിരിക്കുന്ന ഉറപ്പുള്ള പീഠം ശബരിമലയിൽ കാണാനില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമില്ല, പോയി ചോദിക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറഞ്ഞതിനെന്താ? അത് പറയാൻ കാരണം ഈ അദ്ദേഹം തന്നെ കുഴിച്ച കുഴിയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് അദ്ദേഹം വീണിരിക്കുന്നത്. ഇപ്പോൾ ഊരാ കൊടുക്കായി. അപ്പോൾ എന്താ, അപ്പം ഇതിലേതൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. എന്തുവാണ് ആത്മവിശ്വാസം? ഇതൊന്നും ശബരിമലയിൽ നടത്തിയാൽ പ്രശ്നമില്ല, ഇതെങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ ദേവസ്വം കമ്മീഷൻ മാത്രമൊന്നും അന്വേഷിച്ചാൽ പോരാതല്ല, പോലീസ് ഇടപെട്ട് അന്വേഷിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു മോഷണക്കുറ്റി നടന്നു, പരാതി കൊടുക്കുക, പോലീസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ മലയാള സംവിധാനത്തെ കൊണ്ടോ അന്വേഷിക്കുക, എന്താണ് അവിടെ നടന്നത്? നഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അതാരാ ഉണ്ടായത്? ഇപ്പം 850 ഗ്രാമിൽ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. 450 ഗ്രാം അവിടെ നിന്ന് നോക്കുക. ആ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്താ പോലീസ് കേസായിട്ട് അന്വേഷിക്കാത്ത? പോലീസ് എന്താ അന്വേഷിക്കുന്നില്ല? എന്തൊരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നില്ല? അവിടെ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് അവിടെ തിരിച്ചുകൊണ്ട് വെച്ചാൽ മതിയോ? അങ്ങനെയാണോ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അവിടുന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാലും ഉദ്യോഗസ്ഥന്മാരാണ് ആരെങ്കിലും അത് അന്വേഷിക്കണം. അത് മാത്രമല്ല, എന്തുകൊണ്ട് ഈ രേഖകൾ അവിടെ നഷ്ടപ്പെടുന്നു എന്ന് അന്വേഷിക്കണ്ടേ? അവിടെ ഒരു സ്ഥാനത്തിന് രേഖകളില്ലാന്ന് എല്ലാവരും ആകാശത്ത് നിന്ന് കൂട്ടി പറയുകയാണ്. അപ്പോൾ ശങ്കരാടിയുടെ എന്ത് രേഖ വെച്ചാലും കൈരേഖ കാണിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ഇന്നലെ കയറി വന്ന് അദ്ദേഹം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു രേഖ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ വേറെ കുറ്റം പറയേണ്ട കാര്യമില്ല. 2019 19 സംവിധാനങ്ങൾ അന്വേഷിക്കണം. അത് എന്തുകൊണ്ട് കൊടുത്തു വിട്ടു, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ അത്ര ഹോൾഡ് വന്നു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മോഷണക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരു സുവർണാവസരമായോ എന്നാണ് ചോദ്യം. സുജയ. സുവർണാവസരമായി ഞാനിതിനെ കാണുന്നില്ല. ഇത് സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ ഭാഗം, തങ്ങൾ സ്വർണ്ണക്കള്ളന്മാരല്ല, പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങളെല്ലാം വിശ്വാസികളോട് തങ്ങൾക്ക് ഉള്ളത് ഒരു അവസരവാദപരമായ സമീപനമല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാനിതിനെ കരുതുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇത് അയ്യപ്പൻ കൊടുത്ത ഒരു പണിയാണ് എന്ന രീതിയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ അതൊരു രാഷ്ട്രീയ അവസരമാക്കാൻ, ഇന്ന് കോൺഗ്രസിന്റെ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹം ഇന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നത് തെളിയിക്കപ്പെടണം. അപ്പോൾ ആ കൊള്ള നടത്തിയത് സർക്കാരാണ്, അല്ലെങ്കിൽ നിലവിലത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും എല്ലാം അതിൽ പങ്കാളിത്തമുണ്ടെന്ന് പറയുമ്പോൾ ഇത് എന്നാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത് എന്നത് അവർ ചിന്തിക്കുന്നില്ല എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അധോലോകം എന്നാണ് വിളിച്ചത്. കുമ്മനത്തിലേക്ക് വരാം. ഞാൻ പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം സുവർണാവസരമായി 2019 യുവതീ പ്രവേശന വിധിയുടെ അവസരം നന്നായി കിട്ടിയതും അത് മുതലാക്കിയതും UDF ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങണമല്ലോ. അപ്പോൾ പ്രതിപക്ഷത്തെ നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ ബോധ്യം. കാരണം കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ അവസരമാക്കി ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ പ്ലാനും ഇട്ടുവെച്ചിട്ടുണ്ട്. BJPയും ഈ കാര്യത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളാണ്. ഇന്ന് ആറന്മുളയിലേക്ക് അടക്കം നാമജപ ഘോഷയാത്ര നടത്തിയതും അവരാണ്, BJP നേരിട്ടല്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് നേരിട്ട് പ്രതിഷേധ മാർച്ചിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയമായി അവസരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. അത് തങ്ങളുടെ കാലഘട്ടത്തിലെ, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല, പക്ഷേ അതിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ഞങ്ങൾ ക്ലാരിറ്റിയോടുകൂടിയാണ് മുന്നോട്ട് പോയത് എന്ന് പറയാൻ VS ശിവകുമാറിനെ ഒന്നും നമ്മൾ ഈ നിമിഷം വരെ ഇവിടെ കാണുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. G സുധാകരൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ VS ശിവകുമാറിന് വന്ന് പറയാം. അദ്ദേഹവും ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് വളരെ ആക്റ്റീവായി, എന്തുകൊണ്ട് മിണ്ടുന്നില്ല, ആ മൗനത്തിന്റെ പിന്നിലെ കാരണം എന്താണ് എന്നതും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ കടത്തിയതിൽ മറുപടി, നിങ്ങളിങ്ങനെ കടകംപള്ളിയിൽ ഒരു വശത്തേക്ക് മാത്രം നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഞാൻ രണ്ട് വശത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കടത്തിയതിൽ എന്തായാലും മറുപടി വരണം. ഇവിടെ മല്യ സമർപ്പിച്ച സ്വർണത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട്, അതോ മൊത്തം അടിച്ചുകൊണ്ട് പോയോ, മൊത്തം ഇങ്ങനെ പോയിട്ടുണ്ടോ, അതൊക്കെയാണ് അറിയേണ്ടത്. അതിന് ഇനിയിപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു രേഖ, ഇതുവരെ രേഖയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇൻവെന്ററി ഒന്നും ഇതുവരെ പുറത്തേക്ക് വരാത്ത. അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എപ്പോഴേ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് PS പ്രശാന്ത് തന്നെ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞു വന്നേനെ. ഇപ്പോൾ അദ്ദേഹം കിടന്ന് പാടുപെടുകയാണ്. കാരണം പെട്ടും പോയി അദ്ദേഹവും VN വാസവനും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും നേരിട്ട് ഇതിനകത്ത് പെട്ടു നിൽക്കുകയാണ്. ഇത് ഉള്ള സാധനമല്ലേ കൊണ്ടുവരാൻ പറ്റൂ, അല്ലെങ്കിൽ രേഖ ഉണ്ടാക്കണം. ഇനി ഉണ്ടാക്കി
കൊണ്ടുവരുമോ അതോ പഴയ രേഖ കണ്ടെത്തുമോ അതൊക്കെ എന്തായാലും കാണുമ്പോൾ അറിയാം. ഇവിടെ ഒരു പോറ്റി മാഫിയയുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് പിന്നിൽ ഒരു സംഘം പ്രവർത്തിച്ചിട്ടുണ്ടോ? അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് നമുക്ക് ആ ഒരു അസംഷനിലേക്ക് എത്താനുള്ള ഒരു സമയമായില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ കോൺഫിഡന്റ് ആയിട്ട് അയാൾ വന്ന് സംസാരിക്കുന്നതിന്റെ ഇന്ന് ദേവസ്വം വിജിലൻസ് സംസാരിച്ചതിന് ശേഷം ഇനി ഞാൻ മീഡിയയോടൊന്നും പറയുന്നില്ല, അവിടെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്ന ഒരു സെറ്റിൽമെന്റ് ആണോ എന്നതും ജനത്തിന് അറിയണം. കാരണം ഇന്നത്തെ ആ ഒരു കൂടിക്കാഴ്ച ദേവസ്വം വിജിലൻസിന്റെ ഓഫീസിൽ നടന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ മാധ്യമങ്ങളോടൊന്നും പറയേണ്ട എന്ന നിർദ്ദേശമടക്കം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയേണ്ടത് എന്നതിലൊരു ധാരണയിലേക്ക് കോടതിയിൽ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നതും അറിയണം. ഇവിടെ അടിമുടി തട്ടിപ്പും വെട്ടിപ്പുമാണെന്നുള്ളത് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം വന്നപ്പോഴൊന്നുമല്ല. അതിനു മുൻപ് തന്നെ മലയരയ സമൂഹം അവർ തങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരമടക്കം പിടിച്ചെടുത്തതെന്നുള്ളത് കാലാകാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവർ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചത് നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തിന്റെ നടത്തിപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ട ആളുകളിൽ നിന്ന് പിടിച്ചു വെച്ചാണല്ലോ ഇതൊക്കെ ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കും നടത്തിപ്പുകാരിലേക്കും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരടക്കം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവിടെ പ്രതിപക്ഷത്തോട് എനിക്ക് പറയാനുള്ളത്, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും സത്യസന്ധമായി ഈ വിഷയത്തിൽ ഇടപെടണം. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറും ഒരു അവസരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശബരിമല ഒരു ടൂൾ കിറ്റാണ് എന്നേ ജനം വിലയിരുത്തിയുള്ളൂ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ തന്ന ഡോക്യുമെന്റിൽ ചെമ്പാണ്, പക്ഷേ ചെമ്പാക്കി മാറ്റിയതാണോ യഥാർത്ഥത്തിൽ ചെമ്പായിരുന്നു എന്നതിൽ ഇതുവരെയും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം വിജയമല്യ നൽകിയത് സ്വർണ്ണമാണ് എങ്കിൽ 2019 പ്ലേറ്റിങ്ങിന് എങ്ങനെ ചെമ്പ് പാളി കൊടുക്കാൻ കഴിയും? അതിന് ഇതുവരെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ആർക്കും ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ദേവസ്വം വിജിലൻസ് ഇല്ലായിരുന്നു. ഈ പാളികൾ അഴിക്കുമ്പോൾ ദേവസ്വം വിജിലൻസ് അവിടെ വേണം. ദേവസ്വം വിജിലൻസിന്റെ അസാന്നിധ്യത്തിലാണ് 2019 ഈ പാളികൾ അഴിച്ചത്. ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ടീമിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ദേവസ്വത്തിന്റെ പ്രതിനിധി ഇല്ലാതെ സ്പോൺസറുടെ കൈവശം കൊടുത്തുവിട്ടു. ഈ 39 ദിവസം പോയി എന്നൊക്കെ പറയുമ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുന്നത് തന്നെ തെറ്റ്. അഥവാ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ കൂടെ വേണം. ആരുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അങ്ങനെ വിട്ടതാരാണ്? അതിനൊന്നുമുള്ള കൃത്യമായ മറുപടി ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. മാത്രമല്ല തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളികളാണ്, അതിൽ സ്വർണ്ണം പൂശുക മാത്രമാണ് ചെയ്തതെന്ന് സ്ഥാപനം വിശദീകരിച്ചത് നമ്മൾ ഇവിടെ നോക്കിയതാണ്. ഇവിടെ വിജയ് മല്യയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും രണ്ട് രീതിയിൽ ഉള്ള നീതിയാണ് നടപ്പായത്. കാരണം പാവം വിജയ് മല്യ ഇത്രയും തുക മുടക്കിയിട്ട് അവിടെ സന്നിധാനത്ത് വെച്ച് തന്നെ ഈ സ്വർണ്ണം പൊതിയണമെന്ന് പറയുകയാണ് പാവം വിജയ് മല്യയോട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾ ആരും കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞ് കൊടുത്തുവിടുകയാണ്. അപ്പോൾ അതൊരു ഇരട്ട നീതിയല്ലേ? യഥാർത്ഥത്തിൽ ദേവസ്വം ചട്ടം അനുസരിച്ച് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അതിനൊന്നും ഒരു മറുപടിയും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദേവസ്വം മന്ത്രി അങ്ങനെ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അല്ല, ഞാൻ പറഞ്ഞതാ വിജയ് മല്യ അന്ന് ഇവിടെ വന്ന് ചെയ്തതാണ്. പറയട്ടെ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ആണല്ലോ കാര്യങ്ങൾ പറയേണ്ടത്. അതിന് മുൻപും ഇടത് സർക്കാർ തന്നെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ മുൻ മന്ത്രി വന്ന് പറയട്ടെ. അപ്പോൾ മുൻ മന്ത്രി മിണ്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. മുൻ മന്ത്രിക്ക് മിണ്ടാനും പറ്റില്ല. മുൻ മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വന്നിട്ട് പറയട്ടെ. അപ്പോൾ ഇവിടെ കടകംപള്ളി മിണ്ടണം. മിണ്ടാതിരിക്കുന്ന എന്തിനാണ്? കടകംപള്ളി നന്നായി മിണ്ടുന്നയാളല്ലേ, മിണ്ടണം. മിണ്ടാതെ ഇനി കഴക്കൂട്ടത്തേക്ക് വന്നിട്ടും കാര്യമില്ല. ബാക്കി പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ വിജയ് മല്യയുടെ ഈ സ്വർണ്ണം പൊതിയുന്ന ജോലികൾ അത് സന്നിധാനത്താണ് നടത്തിയത്. അതിനുവേണ്ടി അന്ന് ചെയ്തത് ശ്രീകോവിലിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന ഇൻഫർമേഷനാണിത്. അപ്പോൾ ശ്രീകോവിലിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പ് തകിട്, മേൽക്കൂരയിലെ പലക ഇതെല്ലാം നീക്കിയതിനു ശേഷം പുതിയ തേക്ക് പലക അവിടെ അടിച്ചുറപ്പിച്ചു. അതിന് പുറത്ത് പുതിയ ചെമ്പുപാളി തറച്ചു. അതിന് മുകളിൽ വേറെ ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞു. ആ പൊതിഞ്ഞതിന് ശേഷമാണ് ഇത് സ്ക്രൂ ചെയ്ത് അവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചെന്നൈ മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമ നാഗരാജിന്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഒരു ശില്പിയാണ് താങ്കളുടെ ചർച്ചയിൽ വന്ന് സംസാരിച്ചത്. 53 ശില്പികൾ ഈ പണിക്കായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത്രയും പേർ ചേർന്നാണ് ആ പണികളെല്ലാം സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തിയത്. അറ്റകുറ്റപ്പണിക്ക് അപ്പോൾ എന്തിന് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. സ്പോൺസറാണ് അങ്ങോട്ട് പറയുന്നത് സൗജന്യമായ അറ്റകുറ്റപ്പണി ചെയ്തു തരാം. അപ്പോൾ ഫ്രീ ആണെന്ന് കേട്ടാലുണ്ട് ഇതങ്ങ് കൊടുത്തുവിടുക. അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? അപ്പോൾ ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അത് സർക്കാർ പറയേണ്ട മറുപടിയാണ്. അപ്പോൾ സ്വർണ്ണം പൂശാനെന്ന് പറഞ്ഞ ഒരു ഓർഡർ ഇറക്കാണ്. ആ ഓർഡർ തന്നെ വാലിഡ് അല്ല എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം വാലിഡ് അല്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അന്ന് ചെയ്തത്. അതിന് അന്നത്തെ സർക്കാർ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രിയൊക്കെ മറുപടി പറയേണ്ട കാര്യമാണ്. 2019 അപ്പോൾ ഈ ഓർഡർ ഇറക്കിയതിൽ തന്നെ പാളിച്ചയുണ്ട്. ആചാര ലംഘനമാണ് രണ്ടാമത്തെ കാര്യം. ഈ സ്വർണ്ണത്തിന്റെ എമൗണ്ട് ഒക്കെ വിട്. അവിടെ എത്ര സ്വർണ്ണമാണ് ഓരോ വർഷവും ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്? അത് വെച്ച് നോക്കുമ്പോൾ ഈ 50 പവനും 100 പവനും ഒന്നുമല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം. അതിലധികം ഭക്തർ അവിടെ വന്ന് ഭക്തിയോടെ സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ ശ്രീകോവിലിന് രൂപമാറ്റം വരുത്തുന്നതാണല്ലോ ഈ പാളി ഇളക്കി ഇതിന് പോളിഷിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് വാട്ടെവർ അത് ചെയ്യുന്നത് ശ്രീകോവിലിന്റെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം പുതിയതിലേക്ക് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ദേവപ്രശ്നം നടത്തണം. അതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ദേവപ്രശ്നം നടത്തിയിട്ടില്ല, തന്ത്രിയുടെ അനുമതി വാങ്ങിയിട്ടില്ല. ചെറിയ മിനുക്ക് പണികൾ എന്തെങ്കിലും ആണെങ്കിൽ തന്ത്രിയുടെ അനുമതി മാത്രം മതി. പക്ഷേ തന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അന്നത്തെ തന്ത്രിയുടെ പ്രതികരണം അടക്കം നമ്മുടെ മുന്നിൽ വന്നതാണ്. ഇവിടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് ചെയ്യണം? തന്ത്രിക്ക് ഒരു ശുപാർശ കത്ത് കൊടുക്കണം. വാക്കാൽ പോയി പറഞ്ഞാൽ പോരാ.
ആ ശുപാർശ കത്തുമില്ല. അപ്പോൾ രേഖകളെല്ലാം മിസ്സിംഗ് ആണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ കോടികളുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാനായിട്ടുള്ള ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു സുവർണാവസരമായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. അപ്പോൾ അയാളെ ഹെൽപ്പ് ചെയ്ത ആ സമയത്തെ ആളുകളുണ്ട്. അത് അന്നത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിന് മുൻപ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ടോ, അതോ ഈ 2019 ഇത് ഇളക്കി മാറ്റിയത് എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യുകയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്ന ചോദ്യത്തിന് അവിടെ ഉത്തരം വേണം. കാരണം കിളിമാനൂരിനടുത്ത പുളിമാത്ത് ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ഒരാളുടെ മകൻ ബംഗളൂരുവിൽ പോയി അവിടെ പൂജാരിയായിരുന്നു, പിന്നീട് പരികർമ്മിയായി ശബരിമലയിൽ കയറി, പിന്നെ വലിയ സ്പോൺസർ ബഡാ സ്പോൺസറായി മാറിയത് എങ്ങനെയാണ്? അതിലേക്ക് അന്വേഷണം പോകണം. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ആ ചോദ്യം സംസ്ഥാന സർക്കാരിനോടാണ്. ഇത് ഒരു സുവർണാവസരമായി ആരും കാണരുത് എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. സ്വാമിമാരും പോറ്റിമാരും യോഗാചാര്യന്മാരുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ബിസിനസ് തുടങ്ങി വലിയ കോടീശ്വരന്മാരായ കഥ ഇന്ത്യയിലുണ്ട് പലയിടത്തും. അതുകൂടി പറഞ്ഞു പോകണം. നമ്മൾ പല പരസ്യങ്ങളും നമ്മൾ നിരോധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അവർക്കൊക്കെ കിട്ടിയ രാഷ്ട്രീയ പിന്തുണയും നമ്മൾ അറിയണം. ചില യോഗാസ്വാമിമാരൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സുവർണാവസരമായോ എന്ന ചോദ്യത്തിന് 2 പേർ യെസ് എന്നും 2 പേർ നോ എന്നും. Meet the editors.